നമസ്കാരം. രാഷ്ട്രീയ വൃത്തങ്ങളിൽ കനത്ത വിവാദങ്ങൾക്ക് വഴിമരുന്നിട്ട മുൻ SFI സംസ്ഥാന സെക്രട്ടറിയും CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗവുമായ PM ആർഷോയും മുൻ SFI നേതാവ് K വിദ്യയും വിവാഹിതരാകുന്നു. വരുന്ന തിങ്കളാഴ്ച കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ചാണ് വിവാഹ രജിസ്ട്രേഷൻ നടപടികൾ നടക്കുക. SFI സംസ്ഥാന നേതൃത്വത്തിൽ ഒന്നിച്ചു പ്രവർത്തിച്ചിരുന്ന ഇരുവരുടെയും വിവാഹ വാർത്ത ഇതിനോടകം തന്നെ രാഷ്ട്രീയ വിദ്യാർത്ഥി മേഖലകളിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. പാലക്കാട് കാഞ്ഞിരപ്പുഴ സ്വദേശിയായ PM ആർഷോ ദീർഘകാലം SFI സംസ്ഥാന സെക്രട്ടറി എന്ന ഉന്നത പദവി അലങ്കരിച്ചിരുന്ന വ്യക്തിയാണ്. എന്നാൽ ആർഷോയുടെ നേതൃത്വ കാലയളവിൽ ഉയർന്നുവന്ന നിരവധി വിവാദങ്ങൾ സംഘടനയ്ക്കുള്ളിലും പൊതുസമൂഹത്തിലും വലിയ തോതിൽ വിസമ്മതങ്ങൾക്ക് കാരണമായിരുന്നു. എറണാകുളം മഹാരാജാസ് കോളേജ് കേന്ദ്രീകരിച്ചുണ്ടായ മാർക്ക് ലിസ്റ്റ് വിവാദവും പരീക്ഷ എഴുതാതെ ജയിച്ചെന്ന കടുത്ത ആക്ഷേപവും കേരളത്തിലെ ക്യാമ്പസുകളിൽ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റാണ് ഉയർത്തിയത്. SFI ഭരണകാലത്തെ ആർഷോയുടെ പല നിലപാടുകളും പ്രതികരണങ്ങളും പൊതുസമൂഹത്തിൽ വലിയ വിമർശനങ്ങൾക്കും ധാർമ്മിക ചോദ്യങ്ങൾക്കും ഇടയാക്കിയിരുന്നു. പല ഘട്ടങ്ങളിലും ഉന്നത ഇടതുപക്ഷ നേതാക്കൾക്ക് വരെ പരസ്യമായി ആർഷോയുടെ ശൈലിയെ തള്ളിപ്പറയേണ്ടി വന്നതും രാഷ്ട്രീയ വൃത്തങ്ങൾ ഓർക്കുന്നു. എറണാകുളം മഹാരാജാസ് കോളേജിലെ സംയോജിത ആർക്കിയോളജി PG വിദ്യാർത്ഥിയായിരുന്ന ആർഷോ തുടർന്നുണ്ടായ വിവാദങ്ങളെ തുടർന്നാണ് പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചത്. ആർഷോ ദീർഘനാൾ ക്ലാസുകളിൽ ഹാജരാകാത്തതിനെ തുടർന്ന് പ്രിൻസിപ്പൽ അദ്ദേഹത്തിന്റെ പിതാവിന് ഔദ്യോഗികമായി നോട്ടീസ് അയച്ചിരുന്നു. കൃത്യമായ കാരണം കാണിച്ചില്ലെങ്കിൽ കോളേജിൽ നിന്ന് പുറത്താക്കുമെന്നായിരുന്നു പ്രിൻസിപ്പലിന്റെ കർശനമായ നിലപാട്. ഇതിന് തൊട്ടു പിന്നാലെയാണ് 6ാം സെമസ്റ്ററിന് ശേഷമുള്ള എക്സിറ്റ് ഓപ്ഷൻ സ്വീകരിച്ച് താൻ പഠനം അവസാനിപ്പിക്കുകയാണെന്ന് ആർഷോ ഇമെയിൽ വഴി കോളേജ് അധികൃതരെ അറിയിച്ചത്. പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ കടുത്ത പ്രതിഷേധങ്ങൾ നിലനിൽക്കെ തന്നെ രാഷ്ട്രീയത്തിൽ സജീവമായി തുടർന്ന ആർഷോയ്ക്ക് CPM പിന്നീട് പാലക്കാട് ജില്ലാ കമ്മിറ്റിയിലേക്ക് ഭാരവാഹിത്വം നൽകി ആദരിക്കുകയായിരുന്നു. കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശിയായ K വിദ്യയാകട്ടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്ത വ്യാജരേഖ കേസിലെ പ്രധാന പ്രതിയാണ്. അട്ടപ്പാടി രാജീവ് ഗാന്ധി ഗവൺമെന്റ് കോളേജ് ഉൾപ്പെടെയുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ ഗസ്റ്റ് ലെക്ചർ തസ്തികയിൽ ജോലി നേടുന്നതിനായി മഹാരാജാസ് കോളേജിന്റെ പേരിലുള്ള വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് ഹാജരാക്കി എന്നതാണ് വിദ്യക്കെതിരെയുള്ള കേസ്. ഈ വ്യാജരേഖ വിവാദം കേരളത്തിലെ അക്കാദമിക് മേഖലയെയും SFI സംസ്ഥാന നേതൃത്വത്തെയും കടുത്ത പ്രതിരോധത്തിൽ ആക്കിയിരുന്നു. കേസ് രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് ദിവസങ്ങളോളം ഒളിവിൽ കഴിഞ്ഞ വിദ്യയെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇവർക്ക് ദിവസങ്ങളോളം ജയിൽവാസം അനുഭവിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. സംഘടനാ രംഗത്ത് ഒന്നിച്ചു പ്രവർത്തിച്ചിരുന്ന കാലത്തെ ക്യാമ്പസ് സൗഹൃദമാണ് ഇപ്പോൾ വിവാഹത്തിലേക്ക് എത്തി നിൽക്കുന്നത്. രണ്ടുപേരും ഒരേ സമയം വ്യത്യസ്തമായ വലിയ നിയമവിവാദങ്ങളിൽ അകപ്പെട്ടപ്പോഴും രാഷ്ട്രീയ ആയുധമായി പ്രതിപക്ഷം ഇവരെ നിരന്തരം ഉയർത്തി കാണിച്ചിരുന്നു. കടുത്ത നിയമ പോരാട്ടങ്ങളും രാഷ്ട്രീയ ആക്ഷേപങ്ങളും ഇരുവർക്കും ചുറ്റും പുകയുന്നതിനിടയിലാണ് തിങ്കളാഴ്ച ലളിതമായ ചടങ്ങുകളോടെ തൃക്കരിപ്പൂരിൽ വെച്ച് ഇരുവരും നിയമപരമായി വിവാഹം കഴിക്കുന്നത്.